നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനെ കാണാൻ ആൾക്കാർ വരുമ്പോ ഒരു സഹോദരനെങ്കിലും വീട്ടിലുണ്ടാവണ്ടേ? ഉച്ചവരെ ലീവ് എടുത്താ മതി. ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ നിനക്ക് പോവുകയും ചെയ്യാലോ. നീ പണം ഒന്നും ചെലവാക്കണ്ട. സഹോദരന്റെ സ്ഥാനത്തൊന്നും നിന്ന് തന്നാ മാത്രം മതി. എന്നെ പോലൊരു സഹോദരന്റെ സ്ഥാനത്ത് നിൽക്കാൻ കടമപ്പെട്ടവനല്ലേ മനോജും. അവൻ ബിസിനസ് എക്സിക്യൂട്ടീവിന്റെ വേഷമിട്ട് പറന്നങ്ങ് പോയില്ലേ. ഒഴിവാക്കാനാവാത്ത മീറ്റിംഗ് ആണ് പോലും. അതുപോലെ ഒഴിവാക്കാനാവാത്തൊരു മീറ്റിംഗ് എനിക്കുണ്ട്. എന്റെ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഇന്ന് റിട്ടയർ ചെയ്യുന്നു. എനിക്കാണ് ഇനി ആ ചാർജ്. മുൻ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ചാർജുള്ളയാള് ഔദ്യോഗികമായ ചുമതലകൾ ഏറ്റെടുക്കണം. അത് ഒഴിവാക്കാൻ പറ്റില്ല. അമ്മ ലക്ഷങ്ങൾ തന്നു എന്നെ സഹായിക്കൊന്നും വേണ്ട. മറ്റൊരു സഹായം ചെയ്ത കൊള്ളാം. അതെ, ഇപ്പോൾ ഉള്ള ജോലി കൂടി തെറിപ്പിക്കരുത്. സഹോദരന്മാരില്ലാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുന്നില്ലേ? അതുപോലെ ഇത് നടക്കുമെന്ന് സമാധാനിക്കുക. സമാധാനിക്കാൻ പറ്റുന്നില്ല മാധവേട്ട. മക്കളുടെ മുമ്പില് എല്ലാ കാര്യങ്ങൾക്കും തോറ്റുകൊടുക്കല്ലേ നമ്മള്. ഇവിടെയും തോൽവി സമ്മതിച്ചേക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാധവേട്ടന്റെ സുഹൃത്തായ സോമേട്ടനല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്? ഇത് നടക്കില്ലെന്ന് സോമേട്ടനെ വിളിച്ചു പറയണം. സഹോദരങ്ങളെ സഹകരിക്കാത്ത ഒരു ബന്ധം എന്റെ മോൾക്ക് വേണ്ട. എന്തിനു മാധവേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. അങ്ങനെ തളർന്നു പോകാതെ ചന്ദ്രു. കോടിക്കണക്കിന് സ്വത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ച ചന്ദ്രിക, അന്നത്തെ ആ ചന്ദ്രികയുടെ ചങ്കൂറ്റവും ആത്മബലവുമാണ് ഇന്ന് ഈ ചന്ദ്രികയിൽ എനിക്ക് വേണ്ടത്. ഈ ജന്മം വിവാഹമേ വേണ്ട എന്ന നിലപാടിൽ നിന്ന് വന്ദനയ്ക്ക് മാറ്റം ഉണ്ടായില്ലേ? ആ മനംമാറ്റം നമുക്കൊരു വലിയ ശക്തിയാ. ആ ശക്തിയും നിന്റെ ആത്മബലവും ഉറച്ച നിലപാടും കൂടി ആവുമ്പോ അത് മഹാശക്തിയാവും. അത് മതി കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കാൻ. നമുക്ക് ആൺമക്കളുടെ സഹായമൊന്നും വേണ്ട. മൂന്നാമതൊരു മകൻ കൂടിയുണ്ട് നമുക്ക്, വിക്രം. അവന്റെ സഹകരണം മാത്രം മതി നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.